കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ ഒരിക്കൽ തന്റെ സദസ്യനോട് ഇങ്ങനെ പറഞ്ഞു: ദൈവം എന്നിലേക്ക് തിരിയുന്ന വ്യക്തിപരമായ ചിന്തയാണ് മാലാഖ. പ്രിയമുള്ളവരെ, ദൈവദൂതന്മാരുടെ പല സന്ദേശങ്ങളും സന്ദർശനങ്ങളും ഒത്തിരിയധികം ബൈബിളിലുടനീളം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിൽ പലതും നേരിട്ടുള്ളതും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ആണ്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ ആദ്യ മാർപ്പാപ്പയായ പത്രോസിനെ രക്ഷിക്കാനായി കാരാഗ്രഹത്തിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് നേരിട്ടുള്ളൊരു പ്രത്യക്ഷപ്പെടലാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശേഷം പുതുമനുഷ്യരായ അപ്പസ്തോലർ യേശുവിന്റെ വചനം പ്രഘോഷിച്ചും അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയും സഭയെ വളർത്തിയിരുന്നു. ഇതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ പല യഹൂദർക്കും വിദ്വേഷത്തിന് കാരണമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹെരോദോസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങിയത്. അവൻ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. ഇത് യഹൂദരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ടതിനാൽ പത്രോസിനെയും കാരാഗ്രഹത്തിൽ അടച്ചു. പത്രോസിനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചപ്പോൾ ഇരു കൈകളും ചങ്ങലകളാൽ ബന്ധിതനായി 4 ഭടന്മാർ വീതമുള്ള 4 സംഘങ്ങളെ അവന് കാവലിന് നിയോഗിച്ചു. സങ്കീർത്തനം 91 പറയുന്നത് പോലെ, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പത്രോസിനെ രക്ഷിക്കാനായി ദൈവം മാലാഖയെ നിയോഗിക്കുകയാണ്. കർത്താവിന്റെ ദൂതൻ പത്രോസിന്റെ കാരാഗ്രഹത്തിൽ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിന്റെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു: വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. വാതിലുകൾ ഓരോന്നും അവനായി തുറക്കപ്പെട്ടു. അങ്ങനെ ശത്രുക്കളുടെ കരങ്ങൾ പതിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 334 ഇങ്ങനെ പറയുന്നു: മാലാഖമാരുടെ ഇത്തരത്തിലുള്ള രഹസ്യാത്മകവും സുശക്തവുമായ സഹായം സഭാജീവിതത്തിന് മുഴുവൻ പ്രയോജനകരമാകാറുണ്ട്. പുറത്തിറങ്ങിയ പത്രോസ് നേരെ പോയത് മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്കാണ്. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോധ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിനെ തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വിവരം അകത്തുള്ളവരെ അറിയിച്ചപ്പോൾ അകത്തുള്ളവരുടെ മറുപടി അത് പത്രോസിന്റെ കാവൽ ദൂതനായിരിക്കും എന്നായിരുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് കാവൽ മാലാഖയോടുള്ള വിശ്വാസവും സത്യവും എല്ലാം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട് എന്ന് ഊന്നി പറയുവാനായിട്ട് സാധിക്കും. കത്തോലിക്ക മതബോധന ഗ്രന്ഥം 336 ഇങ്ങനെ പറയുന്നു: ഓരോ വിശ്വാസിയും സമീപത്ത് അവന്റെ ജീവിതത്തിന് വഴികാട്ടിയും ഇടയനും എന്ന പോലെ സംരക്ഷകനായി ഒരു മാലാഖ ഉണ്ട് എന്ന് ആരും നിഷേധിക്കാതിരിക്കട്ടെ എന്നുകൂടി വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ, ക്ലേശങ്ങളിൽ നമ്മെ കാത്തു സംരക്ഷിക്കുവാൻ, നമ്മോട് ചേർത്ത് നിൽക്കുവാൻ ദൈവം അയച്ച ദൂതരുണ്ട്. യുവജന മതബോധന ഗ്രന്ഥം 55 ഇങ്ങനെ പറയുന്നു: മാലാഖമാർ സന്ദേശവാഹകരോ സഹായിക്കുന്ന മാർഗദർശികളോ ആയി കാണപ്പെടാൻ സാധിക്കും. ഇത് ചിലപ്പോൾ സുഹൃത്തുക്കളിലൂടെ ആയിരിക്കാം, മാതാപിതാക്കളിലൂടെ ആയിരിക്കാം, അധ്യാപകരിലൂടെ ആയിരിക്കാം, നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലൂടെയുമൊക്കെ ആയിരിക്കാം. തക്ക സമയത്ത് നമ്മെ രക്ഷിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് ഉണ്ടായിട്ടുമുണ്ടാകാം. ഇത് ചിലപ്പോൾ വലിയ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം എന്നില്ല. മറിച്ച് ഒരു സ്വാന്തന സ്പർശത്തിലൂടെ, ഞാൻ കൂടെയുണ്ട് എന്ന ഒരേയൊരു വാക്കിലൂടെ, ചിലപ്പോൾ വെറുമൊരു പുഞ്ചിരിയിലൂടെ മാത്രമായിരിക്കാം. പക്ഷേ നമ്മുടെ വേദനകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് അത് വലിയ ആശ്വാസമായിരിക്കും, പ്രതീക്ഷയുടെ തിരുനാളമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കും മറ്റുള്ളവർക്ക് മാലാഖയായി മാറാൻ സാധിക്കണം. ചെറിയ ചെറിയ സഹായങ്ങളിലൂടെ, പുഞ്ചിരിയിലൂടെ, നന്മ പ്രവർത്തികളിലൂടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിതം എങ്ങോട്ട് എന്നറിയാതെ വേദന അനുഭവിക്കുന്നവരുടെ ഇടയിൽ ഒരു സ്വാന്തന സ്പർശമായി മാറാൻ സാധിച്ചാൽ അവരുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ കരമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ജോസഫ് റാറ്റ്സിംഗർ പറഞ്ഞതുപോലെ,
ദൈവം എന്നിലേക്ക് തിരിയുന്ന വ്യക്തിപരമായ ചിന്തയാണ് മാലാഖ. അങ്ങനെ സ്വയം ഒരു നല്ല മാലാഖയായി മറ്റുള്ളവർക്ക് മാറിയാൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇതിനായി നമുക്ക് പ്രത്യേകം ഒരുങ്ങാം.